നമ്മൾ പഠിക്കേണ്ട കാര്യം സമാധാനത്തിന് ഒരേ ഒരു അഭയമുള്ളത് നിസ്കാരത്തിലാണ്. പക്ഷേ നിസ്കാരം അതാകണമെന്ന് മാത്രം. നിസ്കാരം സമാധാനത്തിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിസ്കാരം അങ്ങനെ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം. നമ്മുടെ നിസ്കാരം എന്താ? ലോകത്ത് ഓർമ്മ വരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് ഓർമ്മ വരാറുള്ളത് നിസ്കാരത്തിലാണ്, അല്ലേ? പണ്ട് അമ്മായിമ്മ മരുമോൾ അമ്മായിമ്മയോട് പറഞ്ഞു. മരുമോള് എന്നല്ലേ ഇവിടെ പറയാ, ആരും മിണ്ടുന്നില്ല. ചില നാട്ടിൽ മരുമുളക് എന്ന് പറയും അത്രേ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മരുമോൾ അമ്മായിമ്മയോട് പറഞ്ഞു, അമ്മായി നമ്മുടെ കത്തി കാണുന്നില്ലല്ലോ. അപ്പൊ ഒരു പഴയ അമ്മായിയാണ്. അമ്മായി അതിന് മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? മോള് പോയിട്ട് ഒളു ഉണ്ടാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു നോക്ക്. ഇവള് വേഗം പോയിട്ട് ഒളു ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു. അല്ലാഹു അക്ബർ. നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയാൽ മതിയല്ലോ. ഇങ്ങനെ ഓർമ്മ വന്നു, നേരത്തെ ഞാൻ ആ വെണ്ടക്ക നുറുക്കി, ഫാത്തിഹയൊക്കെ ഇങ്ങനെ ഓതുന്നുണ്ട്. അപ്പോൾ വഴുതനങ്ങ നുറുക്കുന്നതും മുരിങ്ങാകോൽ അരിയുന്നതും, റുക്കോയിലേക്ക് പോയപ്പോ തക്കാളി അരിയുന്നത്, എഴുത്തുദാലിലേക്ക് വന്നു. അങ്ങനെ ഓരോന്ന് അരിഞ്ഞരിഞ്ഞ് സാമ്പാർ വെക്കാനുള്ള എല്ലാ വിഭവങ്ങളും ആയപ്പോഴാണ് 2ാമത്തെ റക്അത്തിൽ മത്തി പോന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ അതിൽ ഓരോന്നിലും മത്തി ഇങ്ങനെ നന്നാക്കുകയാണ്. റുക്കോയിലൊക്കെ മത്തി ഇങ്ങനെ ഗംഭീരമായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തുദാലിൽ മത്തി ഇങ്ങനെ വരഞ്ഞു, എല്ലായി, മുളകൊക്കെ തേച്ച് എല്ലാം റെഡിയായി. അതിന്റെ ആ വെള്ളം അവിടെ അവസാനം ഉണ്ടായിരുന്നു. സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ആ വെള്ളം കൊണ്ടുപോയിട്ട് തെങ്ങിന്റെ മൂട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. അമ്മായി കത്തി കിട്ടി. എനിക്ക് ഓർമ്മ വന്നു, നമ്മുടെ അമ്മയുടെ സൈഡിൽ കത്തിയുണ്ട്. അന്വേഷിച്ച് നോക്കിയപ്പോ അമ്മയുടെ സൈഡിലുണ്ട് കത്തി. ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. എന്താണ് നിസ്കാരം? ഇതല്ല. അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിസ്കാരങ്ങൾ കഴിയുമ്പോഴേക്കും മനസ്സിനൊരു സമാധാനം വരണം. മാവൂർ അങ്ങാടിക്ക് വന്നപ്പോ അവിടെ മത്സ്യ കച്ചവടക്കാരുണ്ട്. മത്തിക്ക് എന്താ വില? 60 റുപ്യ. എന്നാ 40 റുപ്യക്ക് മത്തി എന്ന് പറഞ്ഞിട്ട്, മത്തിയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ സാധാരണ വാങ്ങുന്ന മത്സ്യം. 40 റുപ്യക്ക് മത്തി വാങ്ങി. അവൻ കീശയിലാക്കിയിട്ട് 100 രൂപയും കൊടുത്തു. കീശയിലാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. പോയപ്പോ ബാങ്ക് വിളിക്കുന്നുണ്ട്. അവിടെ ജമാഅത്ത് നടക്കാനായിരിക്കുന്നു. അപ്പം കീശ ഒരു സൈഡിൽ വെച്ചിട്ട് വേഗം ഒളൊക്കെ ചെയ്തിട്ട് അല്ലാഹു അക്ബർ, കൈ നേരെ കീശയുടെ അങ്ങട്ടാ പോയത്. എടാ പഹയം ബാക്കി 40 രൂപ തന്നിട്ടില്ലല്ലോ പടച്ചോനെ, ഇനിയിപ്പോ ആ 40 റുപ്യ എവിടുന്നാ കിട്ടുക? പിന്നെ അവന്റെ നിസ്കാരം മുഴുവൻ ആ മീൻകാരൻ കള്ള പഹയനെ എവിടുന്ന് പോവോ എന്നുള്ളതായിരുന്നു. ഇങ്ങനത്തെ നിസ്കാരങ്ങളാണ് നമ്മുടെയൊക്കെ നിസ്കാരം. എല്ലാ ശ്രദ്ധയും എല്ലാം ഒന്നിച്ച് നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയണം. അതാണ് ഖുശൂഅ്. അല്ലാഹു തആല നിസ്കാരത്തിന്റെ ജീവനായി നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഓതിയല്ലോ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങളുടെ നിസ്കാരം ഖുശൂഅാണെങ്കിൽ. അങ്ങനെയുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരം ഉറക്കിനേക്കാൾ നല്ലതാണ് നമ്മൾ അർത്ഥം പറയണ്ട. ഉറക്കിനേക്കാൾ നിങ്ങൾക്ക് ആസ്വാദനം നൽകുന്ന, നിങ്ങൾക്ക് അനുഭൂതി നൽകുന്ന. കാരണം ഉറക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു ആസ്വാദനം വേറുണ്ടോ? ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും പല ആളുകളും ഇപ്പോഴാ ആസ്വാദനം അനുഭവിക്കുന്നത്. പല ആളുകളും അങ്ങനെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ ആസ്വാദനം അനുഭവിക്കുകയാണ്. ചിലപ്പോൾ അതിൽ ഞാൻ പറയുന്നത് വളരെ സത്യമാണെന്ന് സമ്മതിക്കുകയായിരിക്കും, അല്ലേ? അത് പറയുന്നത് വളരെ ശരിയാണ്. അല്ലത് ഒന്നുകൂടെ ആ ശരി വല്ലാതെ ആക്കിയിട്ട് ആ തല വല്ലാതെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അല്ലാഹു തആല ഇതൊക്കെ ആവേശത്തോടുകൂടെ കേട്ട് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും നിസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, അത് ഉറക്ക് ഏറ്റവും വലിയ ആസ്വാദനമാണ്. ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്, നാടകമുണ്ട് മാക്ബത്ത്. അതിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഉറക്ക് എന്നത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു ആസ്വാദനമാണെന്ന് പറയാറുണ്ട്. ഉറക്ക് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഭൂതി, അല്ലേ? വജഅൽനാ النهار معاشا وجعلنا نومكم سباتا. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്രമിക്കാൻ, നിങ്ങൾക്ക് ആസ്വദിക്കാൻ, സമാധാനിക്കാൻ ഉറക്ക്. ആ ഉറക്കിലാണ് നിങ്ങളെല്ലാ സങ്കടവും വിഷമവും മറക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ആസ്വാദനം നിങ്ങൾക്കിതാ നൽകുന്നു. അസ്സലാത്തു ഖൈറും മിനൻ നൗം.
നിസ്കാരം അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ആസ്വാദനമാണ്, അത് മനസ്സിന്റെ സമർപ്പണമാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നിസ്കരിക്കും പക്ഷേ ഖുശൂ ഉണ്ടാവില്ല. നിസ്കരിക്കാൻ റെഡിയായിരിക്കും, പക്ഷേ ഖുശൂ ഉണ്ടാവില്ല. മിൻ ഇഖ്തിറാബിസ്സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുസല്ലി 50 നഫ്സ, 50 ആളുകൾ നിസ്കരിക്കും ഒരു പള്ളിയിൽ. ലാ തുഖ്ബലു ലിഅഹദിൻ സ്വലാത്തുഹും, അവരുടെ ഒരാളുടെയും നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിസ്കാരം സ്വീകരിക്കില്ല. കാരണം നിസ്കാരത്തിൽ വേറെ ചിന്തയാണ്, നിസ്കാരത്തിൽ വലിയ വേറെ ചിന്തകളാണ്. സയഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. യുസല്ലി ഫിൽ മസ്ജിദി അൽഫു റജുലിൻ ഔ സിയാദ, 1000 ആളുകൾ ഒന്നിച്ചു പള്ളി നിസ്കരിക്കും. ഇപ്പൊ പള്ളി ഉണ്ടാക്കുമ്പോ തന്നെ അതാ പറയാറുള്ളത്. ഞങ്ങളുടെ പള്ളി പറഞ്ഞ 1000 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ളതാണ്, 5000 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ളതാണ്, 15000 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ളതാണ്. ഇങ്ങനെ നമ്മൾ പള്ളിന്റെ ഉണ്ടാക്കുന്ന പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷേ അവരിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരാളുടെയും നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ മുഅ്മിൻ അവരിൽ ഉണ്ടാവുകയില്ല. വേറെ ഒരു ഹദീസ്, ഇന്നൽ അബ്ദല യൻസരിഫു മിൻ സ്വലാത്തി, ഒരാൾ നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു പോകുമ്പോ വലം യക്തുബ് ലഹു മിൻഹാ ഹസന, അവന് ഒരു ഹസനത്തും അല്ലാഹു രേഖപ്പെടുത്തുകയില്ല. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ പോകുമ്പോ അവന് ചിലപ്പോ അതിന്റെ പകുതി പ്രതിഫലേ കിട്ടുള്ളൂ, ചിലപ്പോ അതിന്റെ 1/3 കിട്ടുകയുള്ളൂ, ചിലപ്പോ 10 കിട്ടുകയുള്ളൂ. റസൂലുള്ള വേറൊരിടത്ത് പറയുന്നു, കം മിൻ ഖാദിം, എത്ര നിസ്കരിക്കുന്നവരാണ്, അല്ലാഹു മിൻ സ്വലാത്തിഹി അത്തഅബു വന്നസബു, കാരണം അവന്റെ നിസ്കാരത്തിൽ അവന് ക്ഷീണവും ബുദ്ധിമുട്ടുമല്ലാതെ മറ്റൊന്നുമില്ല. വ ഇന്ന റജുല ലയുസല്ലി 60 സന വമാ ലഹു മിൻ സ്വലാത്ത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കാമീൻ പറയും, അല്ലാഹു കാക്കുമാറാകട്ടെ. 60 കൊല്ലം ഒരാൾ നിസ്കരിച്ചിട്ടും അവന്റെ നിസ്കാരത്തിനൊരു പ്രതിഫലവും അവനില്ല. കാരണം അവൻ നിസ്കാരത്തിൽ ഖുശൂഉള്ളവനല്ല. നിസ്കാരം അവസാനം ഉയർത്തപ്പെടുന്ന കർമ്മമാണ്. നമ്മൾ നിസ്കരിക്കുന്നവരാന്ന് വിചാരിച്ച് വലിയ ആളുകളൊന്നും ആവണ്ട. ഇത് അവസാനം ഉയർത്തപ്പെടുന്ന കർമ്മമാണ്. നിസ്കാരം പൂർണ്ണമായിട്ടും എന്റെ സഹോദരി സഹോദര, അഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ ഓർമ്മയിലാണ് നിങ്ങൾ നിസ്കാരം നിലനിർത്തേണ്ടതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സംസാരിച്ചിരിക്കും, തമാശകൾ പറയും, ഒരുപാട് രസങ്ങൾ പറയും. നിസ്കാരത്തിന്റെ സമയമായാലോ അവിടുന്ന് എഴുന്നേൽക്കും, ഞങ്ങൾ നബിയെയും അറിയില്ല, നബി ഞങ്ങളെയും അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയായിരുന്നു. എത്ര കഥകളാ. ഞാൻ ഇന്നലെ അത് നോക്കി, കണ്ണിയത്ത് ഉസ്താദിന്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇന്നലെ വായിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ ഇബാദത്ത് പരിപൂർണമായും ഖുശൂഉള്ളതായിരുന്നു, തഖ്വയുള്ളതായിരുന്നു. വലിയ മുത്തഖിയായ മനുഷ്യനാണ്, വലിയ സൂക്ഷ്മതയുള്ള മനുഷ്യനാണ്. എന്നാലും നിസ്കാരത്തിൽ ഒരിക്കൽ അദ്ദേഹം കണ്ടു വാഴക്കാട്ട് അദ്ദേഹം ദർസ് നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ പള്ളിയുടെ കുറച്ച് അപ്പുറത്തായിട്ടൊരു സ്ഥാപനം, എനിക്കറിയില്ല, ഒരു സ്ഥാപനം അതിന്റെ അപ്പുറത്തുണ്ട്. അത്ര നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപോയി, 2 കുട്ടികളുണ്ട് ഇങ്ങനെ പോകുന്നു. കഴിഞ്ഞിട്ട് ആരാണ് എന്ന് ചോദിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദ് അങ്ങോട്ട് ഇറങ്ങി എന്നാണ്. ഉസ്താദ് ഇറങ്ങിയിട്ട് ഈ 2 പേരെയും ചെവിക്ക് പിടിച്ചുകൊണ്ടുവന്നു. 2 പേരെയും ഉസ്താദ് 2 കൈയിലും ചെവിക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരിക. നോക്കുമ്പോ 2 പേരും കോളേജിലത്തെ കുട്ടികളല്ല, അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ടവരിങ്ങനെ കൊണ്ടുവന്നു. നിസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ അവിടെ നടക്കുക, ജമാഅത്തിന് കൂടാതെ ഇങ്ങോട്ട് വരൂ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നൊരു മുതിർന്ന ആചാര്യ പറഞ്ഞു, ഉസ്താദെ ഓരെ വിട്ടളി, അവർ നമ്മളുടെ കുട്ടികളല്ല, അവിടുത്തെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ ചോദ്യം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്താ ജമാഅത്തിന്റെ സമയത്ത് ഇവിടെ നടക്കല എന്ന് ചോദിച്ചുകൊണ്ട് ഉസ്താദിന്റെ കർശനമായ ദീനിന്റെ പേരിലുള്ള ആ ചിട്ട, അദ്ദേഹത്തിന്റെ ഖുശൂഅ്. അപ്പൊ ഒരാൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, അലി റളിയല്ലാഹു അൻഹു ഒരു
അമ്പ് കാലിൽ തറച്ചപ്പോ അതൊന്നും നിസ്കാരത്തിൽ അറിഞ്ഞില്ല എന്നാണല്ലോ. ഉസ്താദ് എങ്ങനെ നിസ്കാരത്തിൽ ഇത് അറിഞ്ഞത് എന്ന് ചോദിച്ചു. ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു, അലിയാര് തങ്ങളെവിടെ, നമ്മളെവിടെ, അലിയാര് തങ്ങളെവിടെ? എനിക്ക് ഈ പ്രസംഗത്തിലും പറയാനുള്ളത് അതാണ്. ഖുശൂഅ് നമുക്ക് അലിയാര് തങ്ങളെപ്പോലെയോ അള്ളാഹുവിന്റെ റസൂലിനെ പോലെയോ കഴിയില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ നിറം മാറുമായിരുന്നു. അലി റളിയല്ലാഹുവിന്റെ നിറം മാറും. ഓരോ സ്വഹാബികളും നിസ്കാരത്തിന്റെ സമയത്ത് അവർ മറ്റുമൊന്നും അറിയില്ല, നിസ്കാരത്തിലേക്ക് പരിപൂർണമായിട്ടും അങ്ങ് ശ്രദ്ധിക്കും. നമുക്ക് അങ്ങനെ ചെയ്താൽ എന്താ? ഞാൻ പറയട്ടെ, നിങ്ങൾ ദുഹർ നിസ്കരിക്കാൻ പോവുകയാണെന്ന്, ദുഹർ നിസ്കരിക്കാനുള്ള ഒരുക്കമാണ്. ആ വുദൂ ചെയ്യുമ്പോൾ തന്നെ പരിപൂർണമായ മനസ്സാന്നിധ്യം, നല്ല മനസ്സാന്നിധ്യത്തോടെ അത്തുഹൂറു ശത്രുൽ ഈമാൻ. നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പരിപൂർണമായും ആ പ്രതിഫലമെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ആ വുദൂ ചെയ്തു, നിയ്യത്ത് ചെയ്യുന്നു, മുഖം കഴുകുന്നു, തല മുഴുവൻ തടവുന്നു, എല്ലാം കഴിഞ്ഞ് വുദൂഇന് ശേഷമുള്ള അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുവിനോട് ആ ദുആ നടത്തി നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരികയാണ്, നിങ്ങൾ ഖിബ്ലക്ക് മുന്നിടുകയാണ്. നിങ്ങളുടെ പോയിന്റ് ഒരേ കേന്ദ്രമാണ്, ഖിബ്ലയാ അല്ലാഹുവിന്റെ കഅബ. അവിടേക്ക് നിങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുകയാണ്. എന്റെ സഹോദരി, നിങ്ങളുടെ മക്കൾ തിരിഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് തിരിഞ്ഞു, നിങ്ങളുടെ പിതാവ് തിരിഞ്ഞു, എല്ലാവരും. എന്തൊരു സൗന്ദര്യമാണല്ലേ! ഇന്ന് ബഹുറിനാണ് സംഭവം. നിങ്ങളെല്ലാവരും നിസ്കാരത്തിലേക്ക് തിരിഞ്ഞു, നിസ്കാരക്കുപ്പായം നിങ്ങൾ മാറ്റി, നിങ്ങൾ പള്ളിയിൽ ഇമാമിന്റെ പിന്നിൽ നിന്നോ. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാ. നിങ്ങളതാ നിയ്യത്ത് ചെയ്യുന്നു, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നിയ്യത്ത്. അല്ലാഹു അക്ബർ. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ മാറ്റുകയാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അത് നെഞ്ചിന്റെ പരിസരത്തായിട്ട് വെക്കുകയാണ്, പൊക്കിളിന്റെയും നെഞ്ചിന്റെയും ഇടയിലായിട്ട് വെക്കുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു മാത്രമാണ് മുന്നിലുള്ളത്, അവനല്ലാതെ വേറെ ഒരാളുമില്ല എന്റെ മുമ്പിൽ. അല്ലാഹു ഏറ്റവും വലിയവനാ, റബ്ബ് തന്നെയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ. എന്നിട്ടവൻ പറയുന്നത് എന്താ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചവൻ പറയുകയാണ്, അല്ലാഹുവേ എന്റെ നിസ്കാരം, അല്ലാഹുവേ എന്റെ നോമ്പ്, അല്ലാഹുവേ എന്റെ അമലുകൾ എല്ലാം ലില്ലാഹ്. ഫാത്തിഹ ഓതുകയാണ്, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം